നമസ്കാരം. എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കുറച്ച് വിശദമായി സംസാരിക്കാൻ പോകുന്നത് ഈയടുത്ത് നടന്നൊരു സംഭവത്തെക്കുറിച്ചാണ്. ജൂൺ 12-ന് അഹമ്മദാബാദിനടുത്ത് വെച്ച് എയർ ഇന്ത്യയുടെ ഒരു ബോയിംഗ് 787 വിമാനം AI-171 തകർന്നു വീണല്ലോ. അതിന്റെ അന്വേഷണത്തിൽ നിന്ന് വരുന്ന ഏറ്റവും പുതിയ വിവരങ്ങളെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. അപ്പോ ഈ ഒഫീഷ്യൽ ഇൻവെസ്റ്റിഗേഷനിൽ എന്താണിപ്പോൾ പ്രധാനമായിട്ടും കണ്ടെത്തിയിരിക്കുന്നത്? ഒരു പ്രത്യേക കാരണത്തിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ടല്ലേ? ശരി, നമുക്കതൊന്ന് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തൽ എന്താന്ന് വെച്ചാൽ, ടേക്ക് ഓഫ് കഴിഞ്ഞ ഉടനെ തന്നെ ആ വിമാനത്തിന്റെ 2 എഞ്ചിനുകളും ഒരുമിച്ച് നിന്നുപോയി എന്നതാണ്. അതാണ് ഈ അപകടത്തിന്റെ പ്രധാന കാരണമെന്നാണിപ്പോ കരുതുന്നത്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ചില നിർണായക തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. ഓഹോ, 2 എഞ്ചിനും ഒരുമിച്ച് നിന്നുപോയോ? അതും ടേക്ക് ഓഫിന് തൊട്ടു പിന്നാലെ. അത് ശരിക്കും വളരെ അസാധാരണമാണല്ലോ. അന്വേഷണ സംഘത്തിന് ഇത്ര ഉറപ്പിച്ചു പറയാൻ മാത്രം എന്ത് തെളിവാണ് കിട്ടിയത്? ഇവിടെയാണ് അല്ലേ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആവുന്നത്. റാം എയർ ടർബൈൻ RAT എന്നൊരു സാധനം, അത് പ്രവർത്തിച്ചു എന്നതാണോ പ്രധാന സൂചന? ഒരു പുതിയ ഹൈ ഡെഫിനിഷൻ വീഡിയോ കിട്ടിയിട്ടുണ്ട്. അതിൽ വിമാനത്തിന്റെ അടിയിൽ ഈ ഉപകരണം ഇങ്ങനെ പുറത്തേക്ക് വന്ന് കറങ്ങുന്നത് കാണാമെന്ന് കേട്ടു. അതെ, ആ RAT പ്രവർത്തിച്ചു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ RAT പ്രവർത്തിക്കണമെങ്കിൽ ഒന്നുകിൽ 2 എഞ്ചിനും ഒരുമിച്ച് പണിമുടക്കണം, അല്ലെങ്കിൽ പിന്നെ വിമാനത്തിലെ പ്രധാന ഇലക്ട്രിക്കൽ സിസ്റ്റം, ഹൈഡ്രോളിക് സിസ്റ്റം ഒക്കെ മൊത്തത്തിൽ തകരാറിലാവണം. അങ്ങനെ വന്നാൽ മാത്രം പ്രവർത്തിക്കുന്ന ഒന്നാണ് ഈ RAT. ഇതൊരു എമർജൻസി പവർ സിസ്റ്റമാണ്. ഒരു ചെറിയ കാറ്റാടി പോലെ ഇത് കറങ്ങിയിട്ട് അത്യാവശ്യം വേണ്ട കൺട്രോൾ സർഫസുകൾക്ക് പവർ കൊടുക്കും. അപ്പോ ഇത് പ്രവർത്തിച്ചു എന്നതിനർത്ഥം വളരെ സീരിയസ് ആയ ഒരു പ്രശ്നമുണ്ടായി എന്ന് തന്നെയാണ്. ശരി. അപ്പൊ അതൊരു ലാസ്റ്റ് റിസോർട്ട് പോലെയാണല്ലേ? ഏകദേശം അതെ. ഇതിനോടൊപ്പം തന്നെ കോക്പിറ്റ് വോയിസ് റെക്കോർഡറില് CVR പൈലറ്റ് ത്രസ്റ്റ് കിട്ടുന്നില്ല എന്ന് പറയുന്ന ഒരു മേഡേ കോൾ ഉണ്ടായിരുന്നു. അതും ഈ എഞ്ചിൻ തകരാറെന്നുള്ള നിഗമനത്തെ ശരിവെക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പ്രധാനമായും എഞ്ചിനുകൾക്ക് എന്ത് പറ്റി എന്നതിലേക്ക് അന്വേഷണം ചുരുങ്ങുന്നു അല്ലേ? എന്തൊക്കെ സാധ്യതകളാണ് അവരിപ്പോൾ നോക്കുന്നത്? അതെ, ഇപ്പൊ പ്രധാന ചോദ്യം അതാണ്. എന്തുകൊണ്ട് ഈ 2 എഞ്ചിനുകളും ഒരുമിച്ച് ഫെയിലായി? പല കാര്യങ്ങളും നോക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, ഇന്ധനത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നോ? വെള്ളം കലർന്നോ? അതോ മായം കലർന്നോ? അതല്ല, എഞ്ചിൻ നിയന്ത്രിക്കുന്ന ഇലക്ട്രോണിക് സംവിധാനം, ആ ഫാഡക് പോലെയുള്ള സിസ്റ്റംസ്, അതിലെന്തെങ്കിലും പിഴവ് വന്നോ? അതോ ഇനി പെട്ടെന്നുണ്ടായ മറ്റെന്തെങ്കിലും ഒരു സിസ്റ്റം ഫെയിലിയർ ആണോ? ഇതൊക്കെയാണ് നോക്കുന്നത്. പൈലറ്റുമാരുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളും പരിശോധിക്കുന്നുണ്ടാവുമല്ലോ. അവർക്ക് പ്രതികരിക്കാൻ സമയം കിട്ടിയോ എന്നൊക്കെയുള്ളത്. തീർച്ചയായും. ആ നിർണായക നിമിഷങ്ങളിൽ അവരെന്തു ചെയ്തു? അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമായിരുന്നോ? അതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനാണ് ഈ ബ്ലാക്ക് ബോക്സുകൾ, അതായത് CVRഉം പിന്നെ ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡർ FDRഉം വിശദമായി പരിശോധിക്കുന്നത്. ഇന്ത്യയുടെ AAIB മാത്രമല്ല, UK, US, പിന്നെ ബോയിംഗ് കമ്പനി, എഞ്ചിനുണ്ടാക്കിയ GE, ഇവരെല്ലാവരും ഒരുമിച്ചാണ് ഈ ഡേറ്റ അനലൈസ് ചെയ്യുന്നത്. ഈ ഒരു പ്രത്യേക വിമാനത്തിന്റെ കാര്യം മാത്രമല്ലല്ലോ ഇപ്പൊ ശ്രദ്ധിക്കുന്നത്. ബോയിംഗ് 787 വിമാനങ്ങൾ വേറെയുമുണ്ടല്ലോ. അവയുടെ എല്ലാം സുരക്ഷയുടെ കാര്യത്തിൽ എന്തെങ്കിലും നടപടികളുണ്ടായോ? നിലവിൽ മറ്റ് 787 വിമാനങ്ങൾക്ക് പൊതുവായി എന്തെങ്കിലും തകരാറുള്ളതായിട്ട് DGCA പറഞ്ഞിട്ടില്ല. എന്നാലും ഒരു മുൻകരുതൽ എന്ന നിലയ്ക്ക് എയർ ഇന്ത്യയുടെ കയ്യിലുള്ള എല്ലാ 787 വിമാനങ്ങളും, അതുപോലെ വലിയ വിമാനങ്ങളായ 77ഉം ഇപ്പോൾ വിശദമായി പരിശോധിക്കുന്നുണ്ട്. ഇത് കാരണം അവരുടെ ഏകദേശം ഒരു 15% വൈഡ് ബോഡി ഫ്ലൈറ്റ് സർവീസുകളെ ബാധിച്ചിട്ടുണ്ട്. ചില ഫ്ലൈറ്റുകൾ ക്യാൻസൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഓഹോ, അപ്പൊ അതിനൊരു ഇമ്പാക്ട് ഉണ്ടായിട്ടുണ്ട്. ഇത് കാണിക്കുന്നത് ഇതുപോലൊരു ഇൻസിഡന്റ് ഉണ്ടായാൽ റെഗുലേറ്റർമാരും എയർലൈൻസും ഒക്കെ എത്ര സീരിയസ് ആയിട്ടാണ് സുരക്ഷാ കാര്യങ്ങൾ എടുക്കുന്നത് എന്നതാണ്. അപ്പൊ നമുക്കിത് ഒന്ന് ചുരുക്കി പറഞ്ഞാൽ, ടേക്ക് ഓഫിന് ശേഷം ഉടൻ തന്നെ 2 എഞ്ചിനും ഒരുമിച്ച് തകരാറിലായി എന്നതിനിപ്പോൾ ശക്തമായ തെളിവുണ്ട്. പ്രധാനമായും ആ RAT പ്രവർത്തിച്ചതും പിന്നെ CVRലെ ആ സന്ദേശവും. അന്വേഷണം ഇപ്പോൾ കേന്ദ്രീകരിക്കുന്നത് ഈ എഞ്ചിൻ തകരാറിന്റെ മൂലകാരണം എന്താണെന്നും ആ സാഹചര്യത്തിൽ പൈലറ്റുമാർക്ക് എന്ത് ചെയ്യാൻ പറ്റി എന്നതിലുമാണ് അല്ലേ? അതെ, അതുതന്നെയാണ്. ഒരു പ്രാഥമിക റിപ്പോർട്ട്, ഒരു പ്രിലിമിനറി റിപ്പോർട്ട് അടുത്തൊരു 3 മാസത്തിനുള്ളിൽ പ്രതീക്ഷിക്കാം. പക്ഷേ ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ഒരു കാര്യമായതുകൊണ്ട് ഫൈനൽ റിപ്പോർട്ട് വരാൻ ചിലപ്പോൾ 1 വർഷമോ അതിൽ കൂടുതലോ എടുത്തേക്കാം. എല്ലാ വശങ്ങളും പഠിക്കേണ്ടതുണ്ട്. ശരിയാണ്. അപ്പോൾ
ഈ റാം മെയർ ടർബൈൻ പ്രവർത്തിച്ചു എന്ന നിർണായകമായ തെളിവിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇരട്ട എഞ്ചിൻ തകരാറാണ് അപകട കാരണം എന്ന നിഗമനത്തിലേക്ക് തന്നെയാണ് അന്വേഷണം നീങ്ങുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ വിവരങ്ങളൊക്കെ പങ്കുവച്ചതിന് വളരെ നന്ദി. കേൾക്കുന്നവർക്കായി ഒരു കാര്യം കൂടി ആലോചിക്കാൻ വിടുകയാണ്. നമ്മൾ ഈ സാങ്കേതിക കാരണങ്ങളെക്കുറിച്ച് പറയുമ്പോഴും ആലോചിച്ചു നോക്കൂ, ടേക്ക് ഓഫിന് തൊട്ടു പിന്നാലെ, അതായത് ഏറ്റവും കൂടുതൽ ശ്രദ്ധ വേണ്ട സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട 2 എഞ്ചിനുകളും ഒരുമിച്ച് നിലയ്ക്കുമ്പോൾ ആ കോക്പിറ്റിലിരിക്കുന്ന പൈലറ്റുമാർ, അവരുടെ ആ ഒരു മാനസികാവസ്ഥ എന്തായിരുന്നിരിക്കും? തീരുമാനങ്ങളെടുക്കാൻ അവർക്ക് കിട്ടിയത് ചിലപ്പോൾ നിമിഷങ്ങൾ മാത്രമായിരിക്കും. ആ കോക്പിറ്റ് വോയിസ് റെക്കോർഡർ പരിശോധിക്കുമ്പോൾ ഈ സാങ്കേതിക കാര്യങ്ങൾക്കപ്പുറം ഒരുപക്ഷേ ആ വിമാനത്തിന്റെ വിധി നിർണയിച്ചേക്കാവുന്ന എന്തെല്ലാം മാനുഷിക ഘടകങ്ങൾ കൂടി വെളിപ്പെട്ടേക്കാം. അതൊരു പ്രധാന ചോദ്യമാണ്.